വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ വഖഫ് ബില്ല് വന്നു. വഖഫ് ബില്ല് വന്ന ശേഷം മുനമ്പത്ത് വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അവിടെ ബിജെപിക്കാർക്ക് ജയ് വിളിക്കുന്നു. 10-15 പേര് ബിജെപി ചേരുന്നു. കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം ബിജെപിയെ പുകഴ്ത്തി തുടങ്ങുന്നു. കെസിബിസി അടക്കം കോൺഗ്രസിനിട്ട് പാര വയ്ക്കുന്നു. കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തിയെന്ന് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അന്ന് ബിജെപിയുടെ ശ്രദ്ധിച്ചായിരുന്നു, വഖഫ് ബില്ല് അവിടെ പാസ്സായ ആ ദിവസം തന്നെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൊണ്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ RSSകാർ ക്രിസ്ത്യാനികളോട് നടത്തുന്ന വളരെ വലിയ പാതകങ്ങളൊക്കെ എടുത്തങ്ങ് പറയാണ്. പണ്ട് മുതൽ ഇതുവരെ നടത്തിയ മാർപ്പാപ്പ വന്നപ്പോൾ ഇവര് തടയണമെന്ന് പറഞ്ഞു. മറ്റുള്ളവൻ ഇങ്ങനെ ചെയ്തു, അവിടെ അവൻ ഇങ്ങനെ ചെയ്തു, ഒരു കാക്ക കറണ്ടടിച്ച് ചത്ത കഥ വരെ ഉമ്മാൻ എടുത്തിട്ട് മാധ്യമങ്ങൾ അലക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റി അങ്ങ് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. അതായത് BJP ഇവിടെ വളരാൻ അനുവദിക്കില്ല. ഞങ്ങള് ഇവിടെ ജീവനോടെ ഇരിക്കുമ്പം ഒരു ട്രോൾ ഉണ്ട് ആടില്, മറ്റേ ഇയാള് ധർമ്മജൻ പറയുന്നു, അതിന് ഞാൻ ചാവണം എന്ന് പറയുന്ന ഒരു ട്രോളുണ്ട്. അതുപോലെ ഈ BJP ഇവിടെ കോൺഗ്രസിന്റെ വോട്ട് പിടിക്കണമെങ്കിൽ ഞങ്ങൾ ചാവണം എന്നുള്ള രീതിയിലായിരുന്നു. ഒരുമാതിരി വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുക്കുന്നത് ഈ ബില്ല് വരുന്ന ആ ദിവസം. സാധാരണ ഞാൻ ഇത് കാണുന്നത് എത്തീസ്റ്റുകളിലാണ് കേട്ടോ. അതായത് ഈ ആറ്റുകാൽ പൊങ്കാല വരുന്ന ദിവസം ഇവന്മാരൊരു പോസ്റ്റ് ഇടും. നോമ്പ് തുടങ്ങുന്ന ദിവസം ഇവന്മാർ ഈ പട്ടിണി കിടന്നാൽ ഉണ്ടാകുന്ന മറ്റേ സയന്റിഫിക് ആയിട്ടുള്ള ദോഷത്തെയൊക്കെ കുറിച്ചുള്ള പോസ്റ്റ് ഇടും. അങ്ങനെ എത്തീസ്റ്റുകളിലാണ് കാണുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ കാണുന്നത് ഇവിടെ കേരള മാപ്രകളുടെ കയ്യിൽ നിന്നാണ്. BJPക്ക് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവർ കൂട്ടത്തോടെ ചേർന്ന് നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സമാനമായ രീതിയിൽ ഇവർ ജബൽപൂരിലെ സംഭവം ഇടുന്നു. പിന്നെ ഓർഗനൈസറിൽ വന്നൊരു ലേഖനം ഇവർ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നു. ഓർഗനൈസറിൽ ലേഖനം വന്നത് കണ്ടില്ലേ, അടുത്തത് ക്രിസ്ത്യാനികളാണ്, നിങ്ങൾ നോക്കിക്കോ, അടുത്തത് ക്രിസ്ത്യാനികളാണ് എന്നുള്ളതാണ്. വഖഫ് ബില്ല് അവർ കൊണ്ടുവന്നതുപോലെ ചർച്ച് ആക്ട് അവർ കൊണ്ടുവരും. ചർച്ച് ആക്ട് അവർ കൊണ്ടുവന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മുഴുവൻ ഇവർ മുച്ചൂട് നശിപ്പിക്കും എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ എക്സാക്ട്ലി വേറെയായി വരികയാണ്. അതായത് ചാണകത്തിൽ ചവിട്ടുന്നതാണ് ബോംബി ചവിട്ടുന്നതിനെക്കാട്ടിൽ ഏറ്റവും നല്ലതെന്നാണ് ക്രിസ്ത്യാനികൾ ഇവിടെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റേ ഈ മധുരം പുരട്ടിയ വാക്കുകളിൽ ഉസ്താദുമാരൊക്കെ വന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടണ്ട, വഖഫ് ബില്ലിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും ചർച്ച് ബില്ല് വരുമ്പോൾ വിരിമാറ് കാണിച്ചു നിൽക്കുന്നത് ആദ്യം ഇവിടത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരിക്കും, ഡോണ്ട് വറി എന്നൊക്കെ പറഞ്ഞു പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ചിരി വരും. എന്താണ് ഈ ചർച്ച് ആക്ട്? RSS എന്താണ് അവരുടെ ലേഖനത്തിൽ പറയുന്നത്? എന്തുകൊണ്ടാണ് ആ ലേഖനം ഈ ഒരു സമയത്ത് തന്നെ വന്നത്? എന്താ തോന്നുന്നത്? രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയതിന്റെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കേരളത്തിലെ എല്ലാ മുഖ്യധാര ചാനലുകളും ബ്രേക്ക് ചെയ്ത് ജബൽപൂരിൽ നടന്ന വൈദികരെ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഉള്ള വിഷ്വൽസും ഒക്കെയാണ് കാണിച്ചത്. പക്ഷെ ആക്രമണം നടന്നത് ഈ ബില്ല് പാസ്സാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ആക്രമണമാണ്. അതിന്റെ വിഷ്വൽസ് അന്നത്തെ ദിവസം പ്ലേ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കണ്ടാൽ വിചാരിക്കും ഈ വഖഫ് ബില്ല് പാസ്സാക്കിയ രാത്രി 2:30 അല്ലെങ്കിൽ 3 മണിയോട് അടുപ്പിച്ചാണ് ജബൽപൂരിൽ ഈ സംഭവം നടന്നതെന്ന്. ആ സംഭവത്തിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് അന്വേഷിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും എന്തുകൊണ്ടാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടായതെന്നുള്ളത്. കാരണം വെറുതെ പോകുന്ന ഒരാൾക്ക് അടി കിട്ടില്ല, അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകില്ലല്ലോ. ഇപ്പൊ നമ്മളും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നവരാണ്, നമുക്ക് ആർക്കും സംഘർഷം ഉണ്ടാകുന്നില്ല. ഇന്ത്യയില് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിംസ് ആയാലും ഒക്കെ അനുദിനം യാത്ര ചെയ്യുന്നവരാണ്, അവർക്കൊന്നും ഈ സംഘർഷം ഉണ്ടാകുന്നില്ല. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ അനവധി പുരോഹിതന്മാർ ഈ രാജ്യത്തുടനീളം 24 hours സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ പറയുന്ന മധ്യപ്രദേശിൽ അടക്കം സഞ്ചരിക്കുന്നുണ്ട്, അവർക്ക് ആർക്കും കുഴപ്പം വരുന്നില്ലല്ലോ. അപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ല വെറുതെ പോയവരെ ഒന്നും തല്ലി കിട്ടിയതോ തല്ലിയതോ ഒന്നും അല്ല. അതിന്റെ പിന്നിൽ വ്യക്തമായ കാരണമുണ്ട്. ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് അല്ലായിരുന്നു ഇവിടുത്തെ ഒരു പ്രശ്നം. മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ടൂളുകളുണ്ട്. മറ്റൊരു മതത്തിനെ അപഹസിച്ചുകൊണ്ടോ അപമാനിച്ചുകൊണ്ടോ അല്ല മതപരിവർത്തനം നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായത് ചോദ്യം ചെയ്യും. അതിപ്പോ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വേണമെന്നൊന്നുമില്ല. ഇതിനു മുമ്പ് ഒഡീഷയിൽ നമ്മൾ കണ്ടതാണ്. ഒഡീഷയിലാണ്, ജാർഖണ്ഡ് കൃത്യമായി ഓർക്കുന്നില്ല, ഗ്രഹാം സ്റ്റെയിനെ അവരുടെ ജീപ്പിലിട്ട് ഒരു പാസ്റ്റർ ആക്രമിച്ചതും ചുട്ടുകൊന്നതുമായ വാർത്ത വന്നു. ഈ BJP ഒന്നും സെൻട്രൽ അധികാരത്തിലില്ല. BJP ഈ അടുത്ത കാലത്തൊക്കെ അധികാരത്തിൽ വരുമെന്ന് ആർക്കും സ്വപ്നമില്ലാത്ത കാലത്തും അവർ പ്രതികരിക്കുക സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിന്റെ ഖുറാൻ കീറി എന്ന് പറയുമ്പോൾ തന്നെ അവർ വയലന്റ് ആകുന്നത്? രാജ്യം സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം മാസങ്ങളോളം നിന്ന് കത്തിയതായിരുന്നു. ആ ഖുറാൻ ഒരു വാഹനത്തിൽ ഇട്ട് കത്തിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിലായിരുന്നു. ഹിന്ദുക്കൾ പിന്നെ അത്രയൊന്നും പോയില്ലെങ്കിൽ പോലും അവരൊക്കെ അവരുടെ മതങ്ങളെ അവഹേളിക്കുകയോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസംഗങ്ങളും മറ്റും നടത്തുമ്പോൾ ചോദ്യം ചെയ്യും, സ്വാഭാവികമാണ്. കേരളത്തിൽ കിട്ടിയിട്ടില്ലേ ഈ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ അടക്കം അവിടെ ചില പാസ്റ്റർമാർ പോയി ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചപ്പം ചിലപ്പോൾ പ്രതികരിച്ചേ പറ്റൂ, അത് സ്വാഭാവികമാണ്.
കാരണം ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിപ്പോ പോയിട്ട് ഒരു ക്രിസ്തീയ മതത്തിനെ പരിഹസിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അവർ ചോദ്യം ചെയ്യും അവരുടെ മതത്തെ പരിഹസിച്ചു കഴിഞ്ഞാൽ. രാഷ്ട്രീയ പാർട്ടിക്കാരെ പരിഹസിച്ചാൽ പോലും വെട്ടുകുത്തും നടക്കുന്ന നാടാണ് ഈ കേരളം ഉൾപ്പെടെ. അതെ CPM-നെ അതെ പരിഹസിച്ചാലോ BJP-യെ പരിഹസിച്ചാലോ ഒരു സംഘം. മതം അതിനേക്കാൾ കുറച്ചുകൂടി സെൻസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മതം പിന്നെ പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മതം പ്രചരിപ്പിക്കുക, അത് മറ്റുള്ള ഒരു മതത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാകാതെ, അല്ലെങ്കിൽ മറ്റുള്ള മതത്തിനെ അപകസിച്ചുകൊണ്ടാകും. അവിടെയാണ് ഈ വികാരങ്ങൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ അത് കയ്യാങ്കളുടെ പക്കത്തെത്തുന്നത്. അത് സ്വാഭാവികമായുള്ള കാര്യം മാത്രമാണ്. അത് പിന്നെ ഈ അതും കൂടെ മേടിച്ച് കൂട്ടാൻ നമുക്ക് പറ്റുമെങ്കിൽ മാത്രമേ ഈ പണിക്ക് ഇറങ്ങാവൂ. അല്ല, നമ്മളിപ്പം സ്വാഭാവികമായിട്ടും കേരളത്തിലുണ്ടായ 2-3 ഇൻസ്റ്റൻസസ് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ചേട്ടന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഇന്ത്യൻ പതാക എടുത്തു വെച്ചിട്ട് അതിലെ കുങ്കുമം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണെന്നും പച്ച എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണെന്നും നടുക്ക് വെള്ള അത് നമ്മളാണ്. അതായത് ഈ രണ്ടുപേർക്കും സമാധാനം വേണമെങ്കിൽ നമ്മളിലേക്ക് വരണം എന്ന് പറഞ്ഞ പാസ്റ്ററിനെ കേരളം ഒന്നാകെ നിന്ന് പഞ്ഞിക്കിട്ട ഒരു കാഴ്ച കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടതാണ്. അയാൾക്കെതിരെ കേരള പോലീസ് കേസെടുത്തു. എന്തുകൊണ്ടാണ് കേസെടുത്തത്? ഇതിപ്പോ ഉത്തരേന്ത്യയിലാണ് നടന്നതെങ്കിൽ ഇപ്പോ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ പോലും പറയാതെ എന്ത് ചെയ്തേനെ, ഇത് വലിയ പീഡനം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തേനെ. ഇനി രണ്ടാമത്തെ കാര്യം, ഋഷികേശിൽ ചെന്ന് നിന്നുകൊണ്ട് ഇവർക്ക് ഈ ഇവാഞ്ചലിസ്റ്റിക് ടീം അവിടെ ചെന്ന് നിന്നുകൊണ്ട് അതിന്റെ ഒരു മുന്തിയ പാസ്റ്ററുടെ പേര് ഞാൻ മറന്നു, അയാളെ ഇപ്പൊ മഷീട്ട് നോക്കിയിട്ട് കാണാനില്ല. അവിടെ ചെന്ന് നിന്ന് ആ ഋഷികേശിന്റെ ആ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് മലയാളം പറയുന്നത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഹിന്ദിയിലാണ് പറഞ്ഞതെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ഇടിച്ച് ഊപ്പാട് വരുത്തിയാണ്. അവിടെ നിന്ന് പറയുകയാണ് ഇയാള്, ഇത് കാണുമ്പോൾ എന്റെ നെഞ്ചം വല്ലാതെ പിടയ്ക്കുന്നു. കാരണം ഇവർ ഈ ചെയ്യുന്നത് മുഴുവൻ സാത്താൻ സേവയാണ്, സാത്താൻ ആരാധിക്കലാണ്. യഥാർത്ഥ വഴിയിൽ ഇവർ എത്തുന്നില്ല. ഋഷികേശ് പിടിക്കാൻ നമുക്ക് ഒരുമിച്ച് ഇറങ്ങണം. ഇയാൾ പറയുകയാണ് അവിടെ നിന്നുകൊണ്ട്. അയാൾ ഇവിടെ മാപ്പ് അല്ല പറഞ്ഞു. ഇവര് കേരളത്തിൽ അയാളെ പിടിച്ച് പഞ്ഞി കിട്ടു. അല്ല ഇവര് പൊതുവായി ചെയ്യുന്ന ഇവര് വിഗ്രഹാരാധന എതിർത്തുകൊണ്ടാണ് ഇവർ രംഗത്ത് വരുന്നത്. അതെ, വിഗ്രഹാരാധന, കറക്റ്റ്. ബഹുദൈവ വിശ്വാസം, ഇതിനെ എതിർത്തുകൊണ്ട് ഇവർ രംഗത്ത് വരികയും ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുകയും ചെയ്യും. ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുമ്പോൾ സ്വാഭാവികമായി ഹിന്ദുക്കൾ അത്ര ദുർബലരല്ല ഇന്ത്യയില്. ഇന്ത്യക്ക് പുറത്ത് ചിലപ്പോൾ ആയിരിക്കാം, പക്ഷെ ഇന്ത്യയിൽ അത്ര ദുർബലരല്ല. അതിനിപ്പോ BJP RSS ഒന്നും ഇല്ലെങ്കിൽ പോലും അനവധി യുവാക്കള് ഈ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഇല്ലാതെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവര് കൈവെക്കും, സ്വാഭാവികമാണ്. ഇപ്പൊ തല്ല് മേടിക്കാൻ ആവുന്നുണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് ഇറങ്ങിയാൽ മതിയെന്ന്. ഇപ്പൊ തല്ല് കിട്ടിക്കഴിഞ്ഞ് കരയുകയും ചെയ്യരുത്. എന്തിനാണ് തല്ലിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതിനൊക്കെയുള്ള ചില പോക്കൃത്തരങ്ങൾ പറഞ്ഞു അതിന് കിട്ടിയ തല്ലാണെന്ന് പറഞ്ഞു, അല്ലാതെ മതപരിവർത്തനത്തിന് കിട്ടിയ തല്ലല്ല. ഇവര് പലപ്പോഴും മതപരിവർത്തനത്തിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത് ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കും. അതുപോലെ തന്നെ ഹിന്ദു ശ്ലോകങ്ങളെ ഒക്കെ അതിനകത്തൊക്കെ വക്രീകരിച്ചുകൊണ്ട് അവിടെയൊക്കെ ഈ അവരുടേതായ വിശ്വാസങ്ങൾ എഴുതി ചേർക്കും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ചെയ്യുന്ന പണിക്കാണ് കിട്ടുന്നത്. അത് സ്വാഭാവികം. അത് ഇനിയും കിട്ടും. അതിപ്പം സ്വാഭാവികമല്ലേ. ഒരു മതത്തിൽ ചെന്നിട്ട് ഈ പ്രത്യേകിച്ച് അവരുടെ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട്, ഈ ഹിന്ദു കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട്, അതിപ്പോ BJP ഭരിക്കണമെന്നൊന്നുമില്ല. BJP അല്ലെങ്കിൽ നാളെ രാഹുൽ ഗാന്ധി ഭരിച്ചാലും കിട്ടും. അന്ന് ഈ ഗ്രഹാം സ്റ്റെയിന്റെ കേസ് അവിടെ വലിയ രീതിയിലുള്ള മതപരിവർത്തനം, മതദൈവങ്ങളെ കുറ്റപ്പെടുത്തുന്നതാണ് നമ്മൾ പിന്നീട് അറിഞ്ഞത്. പക്ഷെ അന്ന് ഈ ബജരംഗ് ദളായിരുന്നു അതിന് പിന്നിലെന്ന് പറയുന്നു. ഏതായാലും ആ കേസും കാര്യങ്ങളൊക്കെ പോയി. അത് ഇവിടെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇവാഞ്ചലിസ്റ്റുകളാണ് അതിന് ഭൂരിപക്ഷം പേര്. അത് ഇന്നലെ വന്ന ക്രിസ്ത്യാനികൾ എന്നാണ് അതിനെ കൃത്യമായി പറയേണ്ടത്. അത് പണ്ട് പുരാതന കാലം തൊട്ട് ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ട്, അവർക്ക് സഭയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ നമുക്ക് ഓർഗനൈസറിന്റെ ലേഖനത്തിലേക്ക് വരാം. ഓർഗനൈസറിന്റെ ലേഖനം, ഞാനും ഓർഗനൈസറിൽ ലേഖനം എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കേസരിയിലൊക്കെ സ്ഥിരം ലേഖനം എഴുതുന്ന വ്യക്തിയാണ്. അവര് വളരെ കൃത്യമായി തന്നെ ഈ നമ്മുടെ ലേഖനങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് പ്രസിദ്ധപ്പെടുത്താറുള്ളത്. അപ്പോൾ ഈ ഇതിനകത്ത് ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഈ പരിശോധിക്കുന്ന വ്യക്തിയും ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ ഒരുപക്ഷെ എല്ലാം ക്രോസ് ചെക്ക് ചെയ്യാൻ ഒരുപക്ഷെ ഡേറ്റാസ് എല്ലാം കഴിഞ്ഞു എന്ന് വരില്ല. ഞാനിവിടെ മുൻപ് ഈ കേസരിയിൽ ഒരു ഈ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ആളുകൾ പോകുന്നു, പ്രത്യേകിച്ച് ഈ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഒക്കെ അത് പോകുന്നു, അതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതി. ആ ലേഖനം ചെന്നതിന് പിന്നാലെ അതിന്റെ ചീഫ് എഡിറ്റർ എന്നോട് പറഞ്ഞ അതിന്റെ ഡേറ്റാസ് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം, ക്ലിയർ വേണം എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ആ ലേഖനം. വീണ്ടും ഞാനത് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഈ ഡേറ്റാസ് കളക്ട് ചെയ്തവരുടെ പുരോഹിതന്മാരുടെ ഫോട്ടോസ് ഉൾപ്പെടെയാണ് ഞാനത് പിന്നീട് പ്രസിദ്ധീകരിച്ചത്. കാരണം അത് അത്ര കൃത്യതയോട് കൂടിയാണ് അതിന്റെ ചീഫ് എഡിറ്റർ നോക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിനകത്ത് ഈ ഇരിക്കുന്ന എഡിറ്റർക്കും ഈ ലേഖകനും തമ്മിൽ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ നമ്മുടെ ഒരു ഇതില് സ്ഥിരമായി ലേഖനം എഴുതുന്ന ആളാണ് എങ്കിൽ സ്വാഭാവികമായി ചീഫ് എഡിറ്റർ വലിയ രീതിയിൽ അത് പരിശോധിക്കില്ല. കാരണം നമുക്കൊരു വിശ്വാസമുണ്ടല്ലോ ലേഖനം എഴുതുന്ന ആളെ കുറിച്ച്, അയാൾ തരുന്നത് കൃത്യമായിരിക്കുമെന്ന്. ഇനി ലേഖനം എഴുതുന്ന ആൾക്കും ഈ ഡേറ്റാസിനെ കുറിച്ച് കൃത്യതയില്ല. അയാൾ ഒരു ക്രോസ് ചെക്ക് ചെയ്യാം. നമ്മൾ എപ്പോഴും ഒരു ലേഖനം എഴുതുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡേറ്റാസ് നമ്മൾ ഒരു ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷെ നമ്മൾ ഈ വിഷ്വൽ മീഡിയ ഒന്നും നമുക്കത് സാധ്യമാകില്ല. ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ സമയമില്ല. കാരണം അടുത്ത ആള് വരുന്നതിന് മുമ്പ് നമുക്ക് കയറി ഈ വാർത്ത കൊടുക്കണം. അത് നമ്മുടെ ഒരു പുതിയ കാലഘട്ടം. പക്ഷെ പ്രിന്റ് മീഡിയയിൽ അങ്ങനെയല്ല. അപ്പൊ ക്രോസ് ചെക്ക് ചെയ്യാതെ ആ ലേഖകൻ അത് ചെയ്തു. മറ്റൊന്ന്, അവിടെ ഇരുന്നത് നോക്കേണ്ട എഡിറ്റർക്കും ഒരുപക്ഷെ ഈ ലേഖകനിലുള്ള ഒരു വിശ്വാസം, ഇയാൾ തരുന്നതെല്ലാം കറക്റ്റ്. കാരണം ആ ലേഖകൻ ദ്വിവേദി അങ്ങാണ്ട അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം മുമ്പ് പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്.
അപ്പൊ ഒരുപക്ഷെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും കൊടുത്തത്. അതായത് അദ്ദേഹത്തിന്, കാരണം ഇതിന്റെ കണക്കുകൾ തെറ്റാണ്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഏതാണ്ട് 200-നടുത്തുള്ള രൂപതകളെ ഇന്ത്യയിൽ തന്നെ ഉള്ളൂ അവർക്ക്. അത് മാത്രമല്ല ഈ ഇവരുടെ വിവിധ സന്യാസി വിഭാഗങ്ങളുണ്ട്. ഈ ഇതില് ഇവർക്ക് രാജാക്കന്മാരും ഒപ്പം തന്നെ മറ്റു ഭരണാധികാരികളും കൊടുത്ത ഭൂമിയുണ്ട്. പിന്നെ മറ്റൊന്ന് ഒരു അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ആ ലേഖനത്തിനകത്ത് പറയുന്ന ഒരു കാര്യം, ഈ ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ ചില ഭൂമികൾ ഇവർ കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കയ്യേറ്റം എല്ലാ വിഭാഗത്തിലും ഉള്ളതുപോലെ തന്നെ ഒരുപക്ഷെ അത്തരം വിഭാഗങ്ങളുള്ള, അത് ഈ സഭകളുടെ അത് ഈ വ്യക്തത അവിടെയാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ വ്യക്തത വരേണ്ടതുണ്ട്. ഇനി ഇവാഞ്ചലിസ്റ്റുകൾ പലയിടത്തും ഇത്തരം പ്രത്യേക സഭകൾ രൂപീകരിക്കുന്നുണ്ട്, പ്രത്യേക പള്ളികൾ അവർ പലയിടത്തും സ്ഥാപിക്കുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ളതാണോ അതോ കത്തോലിക്ക സഭ, ഇത് രണ്ടും രണ്ടാണ്, രണ്ടായിട്ട് തന്നെ കാണണം. അല്ലാതെ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിഭാഗത്തെ അല്ല, ഇന്നലെ വന്നവരെ അല്ല, നമ്മൾ ആ ജന്മം കൊണ്ട് തന്നെ പൂർണ്ണമായി വന്നവരെയാണ് നമ്മളത് കാണുന്നത്. അപ്പം ആ ഒരു വിഭാഗത്തിൻ്റെതാണോ അതോ മറ്റവരുടെ ആണോ, അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ല, ഏത് വിഭാഗമാണ് ഏത് സഭയാണ് എന്ന് പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, അവർ പറയുന്നത് 17 കോടി ഏക്കറോ എങ്ങാണ്ടാണ് ഈ സ്ഥലം പറയുന്നത്. അത് 17 നമുക്ക് കോടി ഏക്കർ. കോടി, അത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഏതാണ്ട് ഒരു 3-4 സ്റ്റേറ്റിന്റെ വലിപ്പമുണ്ട്. അത്രയൊന്നും സ്ഥലം സഭയ്ക്കൊന്നും ഇന്ത്യയിലെങ്ങും ഇല്ല. കാരണം അപ്പൊ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് സഭയുടേതും വഖഫ് ബോർഡിന്റെ രണ്ട് കേസാണ്. സഭ എന്ന് പറഞ്ഞാൽ അവർ പണം കൊടുത്ത് നേടിയതും പിന്നെ അവർക്ക് ദാനമായി കിട്ടിയ സ്ഥലവും ഉണ്ടാകും. പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, എവിടെങ്കിലുമൊക്കെ കയ്യേറ്റങ്ങൾ ഉണ്ടാകാം, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. അതൊരു വലിയ രീതിയിലുള്ള കയ്യേറ്റം നമുക്ക് പറയാൻ പറ്റത്തില്ല, ഉണ്ടാകാം. ഇനി ചിലപ്പം പട്ടയമില്ലാത്ത ഭൂമികൾ ഉണ്ടാകാം, ഇല്ല എന്നും പറയുന്നില്ല. അതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഒരുപക്ഷെ കാണൂ. അത് കാരണം ഇന്ത്യ പോലൊരു രാജ്യത്ത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാം. പിന്നെ ഇതുപോലെ തന്നെ ഈ ആദിവാസി ഭൂമികൾ കയ്യേറിയിട്ടുണ്ടെന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അത് സഭയാണോ അതോ ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റിക് ഗ്രൂപ്പുകളാണോ എന്നുള്ളത് അന്വേഷണം വിധേയമാക്കേണ്ടതാണ്. പലയിടത്തും ഇത്തരം പള്ളികൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഇടുക്കിയിൽ പിന്നെ മൂന്നാറ് ഒരു കുരിശ് പൊളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്. എന്തിനായിരുന്നു ആ കുരിശ് പൊളിച്ചത്? അനധികൃതമായിട്ടുള്ള ഭൂമി കയ്യേറി കുരിശ് സ്ഥാപിക്കുകയായിരുന്നു ചെയ്തത്. അത് ഏതെങ്കിലും പ്രത്യേക സഭയാണ് എന്നുള്ളതല്ലല്ലോ പുറത്തു വന്നത്. അതിന്റെ പിന്നിലും ഇവാഞ്ചലിസ്റ്റുകൾ തന്നെ അല്ലായിരുന്നു. ഈ കേരളത്തിൽ നടന്ന സംഭവം ഞാൻ പറഞ്ഞു. ഈ കേരളത്തിൽ എത്രയോ സ്ഥലത്ത് കുരിശ് നാട്ടിയിട്ടുണ്ട്. നിലയ്ക്കലില്ലായിരുന്നോ? ഇവിടെ വലിയ ലഹളയുടെ വക്കോരും എത്തിയില്ലേ? വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. അന്ന് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർക്ക് ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ്. അപ്പൊ എല്ലായിടത്തും ഇതുണ്ടാ. അപ്പൊ അതൊരു സൈഡിൽ കിടക്കുന്നു, അത് പലയിടത്തും കയ്യേറും. ഇനി ഇതൊക്കെ പോട്ടെ, മാധ്യമ സ്ഥാപനങ്ങൾ ക്ഷേത്രഭൂമി കയ്യേറിയിട്ടില്ല ഇവിടെ. പന്തല്ലൂർ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. പന്തല്ലൂർ ക്ഷേത്രഭൂമി കയ്യേറ്റങ്ങൾ ഒരു വഴിക്കാണ്. അതും ഇതുമല്ല പ്രശ്നം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള സ്ഥാപനം കത്തോലിക്ക സഭ എന്ന് പറഞ്ഞത് അത് തെറ്റാണ്. ആ ഒരു കണക്കും തെറ്റാണ്, ആ ഡേറ്റയും തെറ്റാണ്, അതെല്ലാം തെറ്റം തന്നെയാണ്. അപ്പോ ഇതിനകത്ത് പറയുന്ന കാര്യം, ഈ വഖഫ് ബോർഡുമായിട്ടാണ് ഇതിനെ പലരും കൂട്ടിക്കെട്ടുന്നത്. വഖഫ് ബോർഡിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വഖഫ് ബോർഡിന്റെ മേലാളന്മാർ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു പഞ്ചായത്തോ ഒരു ജില്ല തന്നെ ഇത് വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കുകയും അത് വഖഫ് കണക്കിൽ പെടുത്തുകയും ചെയ്യും. പക്ഷെ കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഒരു ഭൂമി എങ്ങുമില്ല. അവർക്ക് കൃത്യമായി തന്നെ രേഖകളും നിയമാവലികളും ഒക്കെ ഉള്ള ഭൂമി അവരുടെ കയ്യിലുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അല്പസ്വല്പമൊക്കെ എവിടെയെങ്കിലും കാണുമായിരിക്കും അനധികൃതമായിട്ടുള്ളത്. അതുപോലെ അല്ല ഇത് അങ്ങനെയാണോ? ഇത് തിരുച്ചെന്തൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം മുഴുവൻ വഖഫിന്റേതാണെന്ന് പറയുന്നു. മുനമ്പത്ത് ഉള്ള അത്രയും ഏക്കർ സ്ഥലം ഞങ്ങളുടേതാണെന്ന് പറയുന്നു. അങ്ങനെ എവിടെ നിന്നെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുകയാണ് വഖഫ് ചെയ്തിട്ടുള്ള ഭൂമിയാണ്, രേഖകളില്ല, ഒരു കുന്തവുമില്ല. ഈ രേഖകളും കാര്യങ്ങളും ഇല്ലാതെ വരുമ്പോഴാണല്ലോ നമ്മുടെ സ്വന്തം. അതിപ്പോ നമ്മുടേതാണെങ്കിൽ എങ്ങനല്ലേ? ഇപ്പൊ നമ്മുടെ ഭൂമിക്ക് നമ്മുടെ കയ്യിൽ രേഖ ഇല്ലെങ്കിൽ അത് അനധികൃത ഭൂമി തന്നെയാണ്. അത് സർക്കാരിന് ഏത് നിമിഷവും പിടിച്ചെടുക്കാൻ കഴിയും. അത് സ്വാഭാവികമാണ്. അപ്പൊ ഈ വഖഫും ഈ കത്തോലിക്ക സഭയുടെ ഭൂമിയും നമുക്ക് കൂട്ടിക്കലർത്തരുത്. കത്തോലിക്ക സഭയ്ക്ക് ഈ പറയുന്ന കണക്ക് വലിയ ഭൂമിയൊന്നും ഉള്ളതായിട്ട് ഈ പള്ളിയിലച്ചന്മാര് തന്നെ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ. അവര് പറയുന്നത് വഖഫ് പോലെ അല്ല, ചർച്ച ആക്ടിന് അവര് ഭയപ്പെടുന്നില്ല. കാരണം അവരുടെ ഭൂമി എല്ലാം കൃത്യമായ രേഖകളുള്ളതാണ്. പോരാത്തതിന് ഒരു സ്ഥലത്ത് പോയി താമസിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലം നോക്കി ഇതോ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതോ അത് നമ്മുടെ സ്ഥലമാണ് എന്ന് പറയുമ്പം കിട്ടുന്ന സ്ഥലമല്ല. അത് അവരുടെ ക്രിസ്ത്യാനികൾ വേർപ്പ് ചിന്തി ഒഴുക്കി അവർ മേടിച്ച ഭൂമി തന്നെയാണെന്നാണ് അവരെല്ലാവരും പറയുന്നത്. അപ്പൊ ഈ അവസരം മറ്റവർ മുതലെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം മറ്റവർക്ക് ഭയമാണ് ക്രിസ്ത്യാനികൾ BJP-യിലേക്ക് പോകുക. കാരണം ആ ഒരു സാഹചര്യം അതിഭീകരമായിട്ട് കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ആരുമില്ല. ഈ കോൺഗ്രസ് പോലും ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ ഭയന്നിരിക്കുകയാണ്. ഇവിടെ മുസ്ലിങ്ങളുടെ വോട്ടിനെ ഭയന്ന് മുസ്ലിം ലീഗ് വിട്ടുപോകും, മുസ്ലിങ്ങളുടെ വോട്ട് ഭയന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു പട്ടിക്കുഞ്ഞ് പോലും ക്രിസ്ത്യാനികളെ തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് വെച്ചില്ലേ മുനമ്പത്ത്? സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് വെച്ച് ഇതൊന്നും ഇവർക്ക് സഹിക്കുന്നില്ല. ബീച്ചോട്ടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കേരളത്തിൽ 20 MP-മാരുണ്ട്. ഈ 20 MP-മാരിൽ 19 പേരെ മാറ്റി നിർത്തുക. 19 പേരെ മാറ്റി നിർത്തിയിട്ട് സുരേഷ് ഗോപിയെ മാത്രം തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ്. ഈ
പിറകെ നടന്ന് മാധ്യമങ്ങൾ ബൈറ്റ് വയ്ക്കാൻ നടക്കുന്നത് ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ആരുമില്ല. സുരേഷ് ഗോപി നടക്കുന്നത് ഇരിക്കുന്നത്, സുരേഷ് ഗോപി വണ്ടിക്കകത്ത് കയറുമ്പോൾ കൊട പിടിക്കുന്നുണ്ടോ, കൊട പിടിച്ചു കൊടുക്കുന്നുണ്ടോ, പിടിച്ചു കൊടുക്കുന്നെങ്കിൽ എന്താ ഇയാൾ തമ്പ്രാനാണോ? ഇനി സുരേഷ് ഗോപി ഇരിക്കുമ്പോൾ കാലുമേ കാലിട്ട് ഇരിക്കുന്നുണ്ടോ, അതെന്താ ഇയാൾ തമ്പ്രാനാണോ? സുരേഷ് ഗോപി ഒരു വേദിയിലേക്ക് ചെല്ലുമ്പം സുരേഷ് ഗോപി സിംഹാസനം പോലെയുള്ള കസേരയിലാണോ ഇരിക്കുന്നത്? ഇനി അത് മനസ്സിലാക്കി ആ കസേര എടുത്ത് മാറ്റി വേറെ പ്ലാസ്റ്റിക് കസേര ഇട്ടാൽ ഇയാള് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഇയാളുടെ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപമാണ് ഇവന്മാര് മൊത്തത്തിൽ കിടന്നുകൊണ്ട് അങ്ങോട്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അധിക്ഷേപം നല്ലതാണ്. കാരണം ഇതുപോലെ ഒരു അധിക്ഷേപിച്ച ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പൊ അവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. അല്ല, ഇതിനകത്ത് ഡേറ്റാസ് അതിനകത്ത് ലേഖനത്തിൽ പറയുന്നു. ഞാൻ ആ ലേഖനം കണ്ടില്ല. ഉം. ആ ലേഖനത്തിൽ പറയുന്ന കാര്യം 2021 കേന്ദ്ര സർക്കാരിന്റെ ഡേറ്റയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഡേറ്റ പ്രസിദ്ധപ്പെടുത്തുന്ന സൈറ്റുകളുണ്ട്, അവരുടെ ലാൻഡ് റവന്യൂവുമായി ബന്ധപ്പെട്ട സൈറ്റുകളുണ്ട്. ആ ഉം. സൈറ്റുകളിലൊന്നും ഇത്തരത്തിലൊരു രേഖ ഇല്ല. ഇത്തരം സ്ഥലത്തിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിലല്ല, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് ഈ എഴുതിയ ലേഖകൻ എവിടെയോ കിട്ടിയ ഫാൾസ് ഇൻഫർമേഷനോ അല്ലെങ്കിൽ അപൂർണമായ ചില ഡേറ്റകൾ, ആ ഡേറ്റകൾ വെച്ചിട്ട് അദ്ദേഹം എഴുതി. ഒരു 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 ആ, 1% സത്യവും 99% നമ്മുടെ ഡേറ്റ വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് വാർത്ത അവതരിപ്പിക്കാനായാലും ലേഖനം എഴുതാൻ പറ്റും. അതെ. ആ ഡേറ്റ വെച്ചിട്ടാണ് അദ്ദേഹം അത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ കത്തോലിക്ക ആ സഭകളുടെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞ് കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരുന്നെങ്കിൽ നല്ല അല്ല, ഞാനൊരു ലേഖനമായിരുന്നു. കാര്യം ചോദിക്കട്ടെ. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഞാനും ആ ലേഖനം കണ്ടില്ല. ആ ലേഖനം കാണുന്നതിന് മുമ്പേ അത് ഓർഗനൈസറിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിരുന്നു. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉദ്ദേശിച്ചാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ക്രിസ്തീയവൽക്കരിച്ചത് അവിടെ ഏതാണ്, ആരാണ്? അത് ഏത് ക്രിസ്ത്യൻ വിഭാഗമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഈ ആദിവാസി ഉം. ഗോത്രവർഗ വിഭാഗങ്ങളുടെ ഭൂമി അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഈ ഉം. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട സാധനം തന്നെയാണ്. ഈ നാഗാലാൻഡ് ഉൾപ്പെടെ ഇന്ന് വലിയ ക്രിസ്തീയ ഭൂരിപക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ പറയുന്ന കത്തോലിക്ക സഭയ്ക്ക് ഒരു വലിയ പങ്ക് അതിൽ പറയാനുണ്ടോ എന്നുള്ള കാര്യം സംശയാസ്പദമാണ്. എല്ലാ അതെ. സഭകൾക്കും സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ളത് ഭൂമി എടുത്തിട്ടുണ്ടാകാം. അത് നിയമവിരുദ്ധമല്ല എങ്കിൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ എന്റെ ഭൂമിയോ ഇല്ലെങ്കിൽ ഒരു ഹിന്ദു സംഘടനയുടെ ഭൂമിയോ നിയമവിരുദ്ധമല്ല എങ്കിൽ സ്വാഭാവികമായി സർക്കാരിലേക്ക് എത്തും. അതിന് പ്രത്യേകിച്ച് ബില്ലിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു പ്രത്യേക ബില്ല് കൊണ്ടുവരും, ചർച്ച ആക്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ആരെങ്കിലും ഒരുത്തും കേസിന് പോയി കഴിഞ്ഞാൽ നിയമപരമായി തന്നെ അത് തിരിച്ചു പിടിക്കാൻ പറ്റും. ഞാൻ ചോദിച്ചിട്ട് ദേവസ്വം ബോർഡുണ്ട്. പിന്നെ ഇവരുടെ മറ്റൊരു കാര്യം കൂടെ. മുസ്ലിങ്ങള് ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ കയറ്റണം. മുസ്ലിങ്ങളെ കയറ്റേണ്ട ഒരു കാര്യം ദേവസ്വം ബോർഡിലില്ല. കാരണം ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് പവറൊന്നും ഇല്ല. അതിനുള്ള പവർ എന്ന് വെച്ചാൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബോർഡാണ് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അതിന്റെ സകലമാന കേസുകളും നമ്മുടെ കോടതിയിലേക്കാണ് പോകുന്നത്. ട്രൈബ്യൂണൽ ദേവസ്വം ബോർഡ് ട്രൈബ്യൂണൽ ഇല്ല. ഈ ഉം. വഖഫ് ബോർഡിന്റെ കിടക്ക് ഒരു സെപ്പറേറ്റ് ട്രൈബ്യൂണലൊക്കെ വെച്ച് ഇത് ഞങ്ങളുടെ ഭൂമി, അങ്ങനെയുള്ള ഒരു പരിപാടിയേ ഇല്ല. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഇത് ഇന്നവരുടെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഒരു പരിപാടി ദേവസ്വം ബോർഡിന് ആർക്കും ഭൂമി കൊടുക്കാറില്ല. ദേവസ്വം ബോർഡ് ആരുടെ ഭൂമി ചൂണ്ടാറില്ല. അവരുടെ ഭൂമികൾ പോയിട്ടുണ്ട്. അത് സംബന്ധമായിട്ട് അവർ കേസ് പിന്നെ കോടതിയിലാണ് കൊടുക്കുന്നത്. അത് വാദിക്കുന്നത് മുസ്ലിമും വാദിക്കാറുണ്ട്, ക്രിസ്ത്യാനിയും വാദിക്കാറുണ്ട്. ആ വിധി പറയുന്ന ജഡ്ജി ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും, ക്രിസ്ത്യൻ ആയിരിക്കും, ഇസ്ലാം ആയിരിക്കും, പലതും ആയിരിക്കും. കാരണം അതൊരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ്. ഇത് അതല്ല വഖഫിന്റേത്. വഖഫിന്റേത് പ്രത്യേക ട്രൈബ്യൂണലാണ്. അവര് മാത്രമുള്ള ഒരു ട്രൈബ്യൂണൽ. അവർ തന്നെ വിധി പറയുന്നു, അവർ തന്നെ കാര്യങ്ങൾ ഉണ്ട്. അപ്പീൽ പോകാൻ സൗകര്യമില്ല. മറ്റേ ദേവസ്വം ബോർഡിന് അതല്ല. ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്ന എത്രയോ കേസുകളുണ്ട്. ദേവസ്വം ബോർഡ് വാദിയും പ്രതിയുമായിട്ടുള്ള കേസുകളൊന്നും മാത്രമുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ നടക്കാം. അപ്പൊ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. ഈ കത്തോലിക്ക സഭയുടെ ചർച്ച് ആക്ടിന്റെ ആവശ്യമില്ല. അനധികൃതമായ ഭൂമി പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൈവശപ്പെടുത്തിയ ഭൂമി തിരിച്ചു പിടിക്കാൻ ഇന്ത്യയിൽ നിലവിൽ നിയമമുണ്ട്. അതിനൊരു ചർച്ച് ആക്ടിന്റെ കാര്യമില്ല, ഒരു ബില്ലിന്റെ ആവശ്യവും ഇല്ല. ചർച്ച് ആക്ട് എത്രയോ വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നത്, BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പും BJP അത്ര ശക്തമല്ലാത്ത കാലത്തും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. അതിപ്പോ നടപ്പാക്കിയത് കൊണ്ട് എന്തെങ്കിലും ദോഷം ആ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതും ഇതും ഞാൻ പറഞ്ഞു, വഖഫ് ബോർഡും ദേവസ്വം ബോർഡുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല. കടലും കടലാടിയും പോലുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ ചർച്ച് ആക്ടും ഈ വഖഫ് ഭേദഗതി ബില്ലും തമ്മിൽ നിയമവും തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയില്ല. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം. ഈ ചേരാത്ത രണ്ട് കാര്യങ്ങളെ എങ്ങനെ ചേർത്ത് വെക്കാൻ കഴിയും? ഒരുപക്ഷെ സാധാരണപ്പെട്ട ജനത്തിനെ പറ്റിക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ ഇത് രണ്ടും ചേരുന്ന കാര്യങ്ങളല്ല. ഇത് ഒന്ന് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഈ വഖഫ് ബോർഡ് പോലെ അല്ല. കാരണം അവരുടെ പൈസ കൊടുത്ത് മേടിച്ചത്. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയത്. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ അവരുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്ന രാജാവ് കൊടുത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട കോളേജുകളൊക്കെ നിൽക്കുന്നത്. അത് അങ്ങനെ കിട്ടിയ സ്ഥലങ്ങളിലുമൊക്കെയാണ്. പിന്നെ കവടിയാറ ഭാഗത്തൊക്കെ അവർക്ക് രാജാവ് കൊടുത്ത സ്ഥലങ്ങളുണ്ട് ഒരുപാട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടിയ സ്ഥലങ്ങൾ, അവർ പൈസ കൊടുത്ത് മേടിച്ച സ്ഥലങ്ങൾ. ഇത് അങ്ങനെ അല്ലല്ലോ. ഇതൊരു ഗ്രാമം മുഴുവൻ എടുക്കുക, ഒരു വില്ലേജ് മുഴുവൻ എടുക്കുക, ഇന്ത്യൻ പാർലമെന്റ് വഖഫിന്റേതാണെന്ന് പറയുക,
പിന്നെ അതെ അതെ. ഇന്റർനാഷണൽ എയർപോർട്ട്, ഇവിടെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് വകുപ്പിന്റെ ആണെന്ന് പറയും. അതിൽ അംബാനിയുടെ നിന്നൊന്നും വീട്. വ്യത്യാസമുണ്ട്. ഇതിനകത്ത് പറ്റിപ്പോയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേഖനം അവിടെ ഇരുന്ന എഡിറ്റർ അദ്ദേഹത്തിന്റെ ഒരു നോട്ടക്കുറവ് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം അത് ക്രോസ് ചെക്ക് നോട്ടപ്പിശക്. ചെയ്തില്ല. പക്ഷെ നോട്ടപ്പെശകെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വേറൊരു പ്രശ്നമുണ്ട് അവിടെ. നമ്മൾ അതും കൂടെ നമ്മൾ ഉം. അംഗീകരിക്കണം. അത് അദ്ദേഹത്തിന് മാത്രം അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പൊ നമ്മളൊരു ലേഖനം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവര് ഉം. നമ്മളുടെ അടുത്ത് സംശയം ചോദിച്ചുകൊണ്ട് ഇത് ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്തം എഴുതുന്ന ലേഖകനാണ്, അതല്ലാതെ ഉം. എഡിറ്റർക്കല്ല. എഡിറ്റർക്ക് അത് ഒറ്റ നോട്ടത്തിൽ വായിച്ച് ഇതിൽ ഇതെന്താണെന്ന് ഇതിൽ ക്ലാരിറ്റി വരുത്തേണ്ട ചുമതല ലേഖകനാണ്. ആ ലേഖകൻ അത് ക്ലാരിറ്റി വരുത്തി കൊടുക്കണം. കാരണം അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ആ റിപ്പോർട്ടർക്കാണ്, ലേഖകനാണ്. എഡിറ്റർ എന്ന് ഉം. പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വസ്തുത ഉണ്ടോ എന്നുള്ളത് മാത്രം ജസ്റ്റ് പരിശോധിക്കുകയാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ ക്രോസ് ചെക്ക് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഇല്ലെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ നമ്മുടെ കേരളത്തിലാണ് കേസരിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആളുകൾ, ടീമുകൾ പൂർണ്ണ സജ്ജമാണ്. നമ്മളിപ്പോ ഒരു ലേഖനം കൊടുത്ത ഉം. അടുത്ത ദിവസം പ്രിന്റ് ചെയ്ത് വരത്തൊന്നുമില്ല, ആഴ്ചകളെടുക്കും, മാസങ്ങളെടുക്കും. ആ ലേഖനത്തെ അവർ കൃത്യമായി തന്നെ സ്ക്രൂട്ടിനി ചെയ്തിട്ടാണ് അവർ അത് ക്രോസ് ചെക്ക് ചെയ്യും. സംശയം ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിളിച്ച് ചോദിക്കും, ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് സംശയമുണ്ടല്ലോ, എന്താണ് അതിന് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത്, വിശദീകരണം എന്ന് ചോദിക്കും. ഉം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ക്രോസ് ചെക്ക് ചെയ്ത് കാണില്ല, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ലേഖകനോട് ചെറിയ വിശ്വാസം തോന്നിക്കാണ്. ഇദ്ദേഹം ഒരുപാട് തവണ എഴുതുന്ന ആളായതുകൊണ്ട്. ഇനി ഈ ലേഖകൻ എന്ന് പറഞ്ഞത് എങ്ങും നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു എവിടെയോ കണ്ട സാധനം കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് പുള്ളിയുടെ ചില കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് ചെയ്ത ഒരു ലേഖനമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും അവരത് പിൻവലിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമായി മാറുന്നു. കാരണം ഈ കൃത്യമായ ഡേറ്റ ഇല്ലാതെ ഒരു വാർത്ത പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി ചെയ്യുന്ന ഒരു നടപടിക്രമമാണ് ഓർഗനൈസർ ചെയ്തിരിക്കുന്നത്. അവരത് പിൻവലിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഭാവിയിൽ കൃത്യമായ ഒരു കണക്കോട് കൂടി ഒരു ലേഖനം വരാനുള്ള സാധ്യതകൾ ഞാൻ തള്ളിക്കളയുന്നില്ല. ഒരുപക്ഷെ കുറച്ചുകൂടെ കൃത്യമായി തന്നെ സഭകളുടെ എണ്ണവും അവരുടെ ആളുകളുടെ എണ്ണവും ഇല്ലെങ്കിൽ അവരുടെ സഭയൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വളരെ സമഗ്രമായി തന്നെ ഒരു ലേഖനം വരുമായിരിക്കാം ഭാവിയിൽ. അപ്പോൾ ഈ സംശയങ്ങൾ മാറിക്കിട്ടും. ഇതിപ്പോ ഈ വകുപ്പിന്റെ പേരിൽ ഈ ക്രിസ്ത്യാനികളുടെ കുറച്ച് പേര് പിന്നെന്താ ഉം. മുനമ്പത്തൊക്കെ BJP-യിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ക്രിസ്ത്യാനികൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവം ഒന്നുമില്ല. കാരണം കേരളത്തില് സീറ്റ് കിട്ടിയിട്ടൊന്നും അല്ല BJP അധികാരത്തിലിരിക്കുന്നത്. അപ്പൊ പിന്നെ അവർക്കിപ്പം കുറച്ച് പേര് വന്നുകൊണ്ട് പ്രാദേശിക തലത്തിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയും. അതിനെ തടയിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തമ്മിൽ ബന്ധമില്ല. ഈ രണ്ട് സംഭവങ്ങളും ഞാൻ പറഞ്ഞില്ലേ, രണ്ട് സമയം ജബൽപൂരിൽ നടന്ന സംഭവമായാലും ഈ ചർച്ച ആക്ട് എന്ന് പറയുന്നത് ഓർഗനൈസറി വന്ന് ലേഖനം എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതാണ് ഇപ്പൊ നമ്മൾ ക്ലിയർ ചെയ്ത സാധനം. താങ്ക് യു ബിജേട്ടാ.